സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ആദ്യത്തെ പരാതിക്കാരിയുടെ ഹർജി അവർക്കെതിരെ കൊടുത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ കൗസർ ഇടപ്പകത്ത് നടത്തിയ കുറച്ച് പരാമർശങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൽ അവിവാഹിതനായ ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ബന്ധം വെക്കുന്നത് തെറ്റല്ല എന്നുള്ളൊരു പരാമർശം, നിയമപരമായി അത് തെറ്റല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അത് മാത്രമല്ല, അതിനകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ റിലവന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അത് മറ്റേ ജാമ്യാപേക്ഷ കേൾക്കവെയാണ് ഹൈക്കോടതി ജഡ്ജി കൗസർ ഇടപ്പകത്ത് ഈ പരാമർശം നടന്നു. ഈ പരാമർശം രണ്ട് രീതിയിലാണ് ശ്രദ്ധ അറിയിക്കുന്നത്. ഞാൻ എന്നത് പ്രാധാന്യം കാണുന്നു. ഒന്ന്, ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ വാദം കേൾക്കവെയാണ് 2026 ജനുവരി 29 ജസ്റ്റിസ് ഇങ്ങനെ ഈ പരാമർശം നടത്തി. ആ പരാമർശത്തിനകത്ത് ഒരു പരാമർശം സദാചാരത്തെയും നിയമത്തെയും കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് അതിന്റെ എസൻസ് എന്ന് പറയാം. ആ കോടതി പറഞ്ഞ ആ സെന്റൻസിനെ ഞാൻ പറയുന്നു, ഐ എം കോട്ടിംഗ്, why his bail application should be rejected by the Sessions Court only because of allegations that he had consensual sexual relationship with multiple women. പല സ്ത്രീകളുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധം നടത്തിയെന്ന കാരണം പറഞ്ഞുകൊണ്ട് എന്തിനാണ് അയാൾക്ക് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചത്? ഇതാണ് ആ ചോദ്യം. അപ്പൊ അതിന്റെ ഇംപ്ലൈഡ് മീനിങ് എന്ന് വെച്ചാൽ എന്താണ്? പല സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കുന്നത് തെറ്റല്ല, അതിനെന്തിന് ജാമ്യം നിഷേധിച്ചു എന്നാണ്. അപ്പൊ സെഷൻസ് കോടതി എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവല്ല, ഹൈക്കോടതി ഒബ്സർവേഷനാണ്. അതിന്റെ ഉത്തരവ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ പേഴ്സണൽ റിലേഷൻഷിപ്പും ക്രിമിനൽ നിയമവും വ്യത്യസ്തമായി കാണണമെന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നു. അത് വാസ്തവത്തിൽ ഒരു നല്ല ഓർമ്മപ്പെടുത്തലാണ്. കാരണം സദാചാര പോലീസുകാരായ നാട്ടുകാർക്കും സദാചാര നിർവഹണം പോലീസിന്റെ ജോലി അല്ല എന്ന് മനസ്സിലാക്കാത്ത പോലീസുകാർക്കും സദാചാരവും ക്രിമിനൽ കുറ്റവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ചില മജിസ്ട്രേറ്റുമാർക്കും സെഷൻസ് ജഡ്ജിമാർക്കും വ്യക്തിയുടെ സദാചാരം നോക്കി നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് കേസ് വിടുന്ന നിയമസഭാ സ്പീക്കർക്കും സദാചാര ചിന്ത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സഖാക്കൾക്കും സദാചാര ലംഘന പ്രവർത്തനങ്ങളാണ് വാർത്തയുടെ സ്രോതസ്സും തേജസ്സും ഓജസ്സും എന്നൊക്കെ കരുതുന്ന മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാനത് കാണുന്നത്. തീർച്ചയായിട്ടും. ഇനി പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പണം കൊടുത്ത് സെക്സ് വാങ്ങുന്നതും പണത്തിനു വേണ്ടി സെക്സ് വിൽക്കുന്നതും നിയമപരമായി തെറ്റല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു കാലത്തും സെക്സ് വിൽക്കുന്നതോ സെക്സ് വാങ്ങുന്നതോ ക്രിമിനൽ കുറ്റമല്ലായിരുന്നു. എന്നിട്ടും നമ്മൾ നോക്കണം, ഈ അടുത്ത കാലം വരെ പോലീസുകാരെ 2 മാസത്തിൽ ഒരിക്കൽ വെച്ച് അനാശാസ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിക്കാറുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരു കേസിൽ പോലും സെക്സ് വിറ്റു എന്നതിനോ സെക്സ് വാങ്ങി എന്നതിനോ ഒരു കോടതിയും ആരെയും ശിക്ഷിച്ചിട്ടില്ല നാളെ ഇതുവരെ. കാരണം അങ്ങനെ ശിക്ഷിക്കാൻ ഒരു നിയമം ഇല്ലെന്നേ. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് സെക്സ് വാങ്ങുന്നതോ സെക്സ് വിൽക്കുന്നതോ ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നില്ല, പണിഷബിൾ ഒഫൻസ് ആയിട്ട് പറയുന്നില്ല. മറിച്ച് അതിന്റെ 3ാമത്തെ വകുപ്പ് അനുസരിച്ച് പറയുന്നത് പിമ്പിങ് is a punishable offense. Human trafficking is a punishable offense. എന്നാണ് പറയണത്. സെക്സ് വാങ്ങുന്നതും വിൽക്കുന്നതും തെറ്റല്ല, നിയമപരമായി തെറ്റല്ല. നമ്മൾ ഓർക്കണം, ഇന്ത്യയിൽ റെഡ് സ്ട്രീറ്റുകളുണ്ട്. ഇന്ത്യയിൽ റെഡ് സ്ട്രീറ്റുകൾ പ്രവർത്തിക്കുന്നു. നിയമവിരുദ്ധമല്ല. അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിലാണ് നടപടി ഉണ്ടാകുന്നത്. അല്ല, റെഡ് സ്ട്രീറ്റ് ഉള്ളത് നിയമവിരുദ്ധമാണെങ്കിൽ റെഡ് സ്ട്രീറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നു? ഇല്ലല്ലോ. എല്ലാവർക്കും അറിയാലോ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഇതൊന്നും കാണാതെയാണ് നമ്മൾ ഈ പൊതുവെ സദാചാര ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇല്ലാത്തൊരു കാര്യം നമ്മൾ നോക്കണം. സദാചാരം എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 100 കൊല്ലത്തിന് മുമ്പ് ഒരു നായർ തറവാട്ടില് 5 നമ്പൂരികളുടെ 5 കുഞ്ഞുണ്ടാകുന്ന സദാചാരത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അഭിമാനമായിരുന്നു. നായർ തറവാടുകളിലേക്ക് രാജാക്കന്മാര് വന്ന് അവർക്ക് കുട്ടി ഉണ്ടാക്കിയിട്ട് പോകുമ്പം അവർക്ക് തമ്പിപ്പട്ടവും തങ്കച്ചിപ്പട്ടവും കിട്ടുന്നു. കൊട്ടാരം അവർക്കൊരു താമസിക്കാൻ അമ്മ വീട് കിട്ടുന്നു. അവർ മറ്റുള്ളവരെക്കാൾ ഉയർന്ന സ്റ്റാറ്റസ് ഉണ്ടാകുന്നു. സദാചാര പ്രശ്നമില്ല. ഒരു നമ്പൂതിരിക്ക് 4 5 കല്യാണം കഴിക്കാം. അയാളുടെ മകളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു കല്യാണം കഴിക്കാം. ഒരു സദാചാര പ്രശ്നവും ഇല്ല. അപ്പൊ നമ്മൾ എവിടെയോ കണ്ടെത്തിയ ഒരു
ഒരു പഴയ വാല്യൂ. അന്നത്തെ കാലഘട്ടത്തിൽ പോലും സദാചാരപരമായി ചോദ്യം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇന്ന് ആളുകൾ ചോദിക്കുന്നത്. കാരണം അന്നൊരു നമ്പൂതിരി വീട്ടിൽ വരുമ്പോ അയാൾക്ക് ആ സ്ത്രീക്ക് ഭർത്താവുണ്ടേ, വേറെ ഭർത്താവുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും ഒരു നേരം ചുറ്റും കൂടി നിൽക്കുന്നില്ല. ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ് സദാചാരം. ഇന്ന് നമ്മൾ ഈ കാണുന്ന സദാചാരം, അതിന് നിയമപരമായി യാതൊരു ഇതുമില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ പോലീസുകാർ അനാശാസ്ത്രത്തിന് പുറകെ എന്തിനു പോകുന്നു? അതിനൊരു കാരണമുണ്ട്. ഒരു സ്ഥലത്ത് റെയ്ഡ് ചെയ്താൽ അവിടുത്തെ സ്ത്രീകളിൽ നിന്ന് അവിടെ വരാറുള്ള കസ്റ്റമേഴ്സിന്റെ വിവരം ലഭിക്കും. എന്നിട്ട് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം പിരിക്കും. എനിക്കിത് വ്യക്തമായി അറിയാന്ന് വെച്ചാൽ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു, സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ എൻ്റെ കോമൺ ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഈ റെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവരെ ഇന്ന് ലിസ്റ്റ് മേടിക്കുമ്പോൾ ഈ ചാലയിലുള്ള സ്വർണ്ണ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെയാണ് ഇവിടെ പോണത്. അവരുടെ മുഴുവൻ ലിസ്റ്റ് എടുത്തോണ്ട് ഈ അഡ്വക്കേറ്റ് സുഹൃത്ത് ഇവരുടെ അടുത്ത് പോകുന്നു. ഇവിടെ പോയിട്ടുണ്ടോ, പിടിച്ചു, അയ്യോ ഞാൻ സാറേ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പൊ 50,000 രൂപ 1,00,000 രൂപ അങ്ങനെ വെച്ച് പൈസ, അല്ലെങ്കിൽ പേര് വരുമ്പോൾ നാണക്കേടാണ് ഇവർക്ക്. നിയമപരമായി ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള അവർക്ക് അറിഞ്ഞും കൂടെ. അപ്പൊ കേസ് ഇന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ അതിന് 10-25 പേരിൽ നിന്ന് പണം പിരിക്കുന്നു, 10-20 ലക്ഷം കിട്ടുന്നു. അത് സർക്കിൾ ഇൻസ്പെക്ടറും അതിന്റെ ചാർജിന് മുകളിലുള്ള ആൾക്കും താഴെയുള്ള ആൾക്കാരും വീതിച്ചു കൊടുക്കുന്നു. ഇതിനാണ് ഈ 2 മാസം കൂടുന്ന റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്ന പോലീസുകാരെ. അല്ല, നിയമപരമായിട്ട് അവരെ ശിക്ഷിക്കാൻ വകുപ്പിൽ തന്നെ ഈ പിടിച്ചുപറിക്കായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മൾ കൊണ്ടുവരുന്ന വാർത്തകളും. പോലീസുകാർക്ക് പണം പിരിക്കാനുള്ള എളുപ്പ മാർഗമാണ് അനാശാസ പ്രവർത്തനത്തിൽപ്പെട്ടവരെ പിടികൂടുക എന്ന നിയമത്തിൽ എങ്ങും പറയാത്ത ഈ നടപടി. എനിക്ക് ഓർമ്മയില്ല, 2003-04 മറ്റാണ് കേട്ടോ, ട്രിവാൻഡ്രത്ത് AK സെന്ററിന്റെ അടുത്തുള്ള ഹസൻ മരിക്കാർ ഹാളിൽ വെച്ച് ലൈംഗിക തൊഴിലാളികളുടെ ഒരു മീറ്റിംഗ്, ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ് കേട്ടോ. ലൈംഗിക തൊഴിലാളികൾ സ്റ്റേജിൽ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു. അത് കേൾക്കാനായിട്ട് അങ്ങനെ ആളുകളെ കൂടിയിട്ടുണ്ട്. സൂതകുമാരി, അങ്ങനെ കുറെ ആളുകളെ കൊണ്ട്, ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ സൂതകുമാരി പോലുള്ള പ്രമുഖ ആളുകളും ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഇത് ഇങ്ങനെ ഫംഗ്ഷൻ ആയിട്ട് നിറയെ പോലീസുകാരിങ്ങനെ ഒരു റിങ് പോലെ നിൽപ്പുണ്ടായിരുന്നു. അതില് ഒരു ലൈംഗിക തൊഴിലാളി സ്റ്റേജിൽ വന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവർ പറഞ്ഞു, ഇവിടെ അവർക്ക് നിയമത്തെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. അവർ പറഞ്ഞ കാര്യം ഇതാണ്: ഇവിടെ നിൽക്കുന്ന തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനെങ്കിലും എന്നെ ലൈംഗികമായി ഉപയോഗിക്കാത്തതായിട്ടുണ്ടോ? ചോദ്യം 2. അതിൽ ഒരാളെങ്കിലും എനിക്ക് അതിന്റെ പണം നൽകിയിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിച്ചതിന് ഇവർ അവിടെ വെച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അന്ന് വൈകിട്ട് അവര് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഇരിക്കുമ്പോൾ പോലീസുകാരൊന്ന് അടിച്ച് അവരുടെ കൈയൊക്കെ അടിച്ചോടിക്കുന്നു ഈ ധാരാളം ലൈംഗിക തൊഴിലാളികളുടെ. അവര് ചോദിച്ചത് ഇതാണ് ഈ പോലീസുകാരും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കിട്ടാനുള്ള എളുപ്പം മാർഗവുമാണ്, പണം കിട്ടാനുള്ള മാർഗവുമാണ്. അവർക്ക് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ പണം കൊടുക്കാതെ ഇവർ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കെ 2 പേർ മ്യൂച്വൽ കൺസെന്റോട് നടത്തുന്ന സെക്ഷൽ റിലേഷൻ എങ്ങനെയാണ് കുറ്റമാകുന്നതാണ് ജസ്റ്റിസ് കൗസർ ചോദിക്കുന്നത്. അത് ഭയങ്കര പ്രസക്തിയുണ്ട്. ഇവിടെയാണ് നമ്മൾ കാണുന്ന അനാശാസ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ന്യൂസ് ചാനലുകൾ ചെയ്യുന്നത് എത്ര അധാർമികമാണെന്ന് നോക്കണം. ഈ സമീപകാലത്തും ഉണ്ട്. ഞങ്ങൾ അവിടെ ഇങ്ങനെ പോയി വളരെ അന്വേഷിച്ചു. 2 മാസത്തെ അന്വേഷണത്തിന്റെ ഫലമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. അപ്പൊ റേറ്റ് ഇങ്ങനെ പറഞ്ഞു. ആ റേറ്റ്, നിങ്ങളൊരു ബേക്കറി പോവാണെങ്കിൽ പല സാധനത്തിന് പല റേറ്റ് ആണ്. സോ വാട്ട് എ ബ്ലഡി ഹെൽ. നിങ്ങൾ പത്രപ്രവർത്തനം നടത്തുന്ന പോലെ തന്നെയാണെന്നേ ഇവിടെ ആത്മീയത വിൽക്കുന്നു, ഇല്ലേ? പാക്കേജ് അനുസരിച്ചാണ് ആത്മീയത വിൽക്കുന്നത്. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ വിൽക്കുന്നു, തൊഴിൽപരമായുള്ള കാര്യങ്ങൾ വിൽക്കുന്നു. നമ്മളൊക്കെ ചെയ്യുന്ന നമ്മൾക്കറിയാവുന്ന തൊഴിൽ വിൽക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് സെക്സ് വർക്കർ ശരീരം വിൽക്കുമ്പോൾ ഭയങ്കര മോശമാണ്. ബോഡി ബിൽഡർ ശരീരമല്ലേ എന്ന് കാണിക്കണേ, അല്ലേ? ബോഡി ബിൽഡർ കാണിക്കുന്ന ശരീരമല്ലേ? ഫാഷൻ മത്സരത്തിന് വന്ന് കാണിക്കുന്ന ശരീരമല്ലേ? ശരീരത്തിന്റെ അളവല്ലേ ഈ നോക്കണേ? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും, ബുദ്ധിയും നിങ്ങളുടെ കഴിവും എല്ലാം വിൽക്കാം. അവർക്കറിയാവുന്ന ഒരു തൊഴിൽ വിൽക്കുന്നേ. ഞാൻ ഒരിക്കൽ സെക്സ് വർക്കേഴ്സിന് ഞങ്ങളുടെ ഫേമിലുണ്ടായിരുന്ന സെക്സ് വർക്കിന്റെ മീറ്റിംഗിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മാഗസിനിൽ വർക്ക് ചെയ്യുമ്പം 5-6 എഡിറ്റർമാർക്ക് വേണ്ടി ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ എഡിറ്റർ മാറുന്നതനുസരിച്ച് നമ്മളുടെ എഴുതി കൊടുക്കേണ്ട മാറ്ററിന്റെ സ്റ്റൈലൊക്കെ മാറ്റാൻ അവർ പറയും നമ്മളോട്. 5 എഡിറ്റർമാർക്ക് അവരാഗ്രഹിക്കുന്ന പോലെ റിപ്പോർട്ടിൽ എഴുതി കൊടുക്കണം ഞാനും. 5 ക്ലയൻസിന് 5 വ്യത്യസ്ത രീതിയിൽ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ കൊടുക്കുന്ന നിങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായി ഞാൻ ഒരു വ്യത്യാസവും കാണുന്നില്ല. എനിക്ക് പക്ഷേ സമൂഹം സ്റ്റാറ്റസ് വരുന്നു, നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ല. ഇതല്ലാതെ എന്തെങ്കിലും തൊഴിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ കഴിവുള്ള എനിക്കറിയാവുന്ന വിൽക്കുന്നു, നിങ്ങൾക്കറിയാവുന്ന വിൽക്കുന്നു.
ഇത് തീർച്ചയായിട്ടും വാങ്ങാനും വിൽക്കാനും ഇതോ വാങ്ങാനും വിൽക്കുന്ന വലിയ ചന്തയാണിത്. അല്ലാതെ എന്താണിത് ഇതിലിങ്ങനെ ലോകത്ത്? സെക്സ് വിൽക്കുന്നവരോട് എനിക്കും പേഴ്സണലി ഒന്നും തോന്നിയിട്ടില്ല. ബിക്കോസ് അവരത് തൊഴിലായിട്ട് ചെയ്യുന്നു. അത് തൊഴിലാണ്. പക്ഷെ ഇങ്ങനെ അ, ഇത് മീൻസ് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ റേപ്പ് ചെയ്യുന്നവന്മാരുണ്ട്. അപ്പൊ ആ അവന്മാർക്കൊക്കെ ഇങ്ങനെ പോയി തീരണമെങ്കിൽ തീരട്ടെ എന്ന് വിചാരിക്കാവുന്നതല്ലേ ഉള്ളൂ അവിടെ. അവര് അതല്ല നമ്മള് ഐശ്വര്യ നമ്മൾ സെക്സ് വിൽക്കുന്നവരെ വേശ്യകളാണ് എന്ന് വിളിക്കുന്നത്. ഈ വേശ്യകൾ സെക്സ് വിൽക്കുന്നത് ആർക്കാണ്? ഹൂ ഇസ് ദ ബയർ? അവന്റെ പേരെന്താണ്? അവന്റെ പേരുണ്ടോ? അവൻ ഏറ്റവും മാന്യനായിരിക്കും. ആരായാലും അവന് വേശ്യൻ എന്നൊരു വാക്കുണ്ടോ? ഇല്ല. നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും, ഉദാഹരണം ഞാൻ പറഞ്ഞു, നമ്മൾ വിവാഹത്തിന് ആളുകൾക്ക് ഡവറി കൊടുക്കുന്നു. ഉം. ഇത് പണ്ട് കാലങ്ങളിൽ ഇത് കൊടുക്കുമ്പോൾ ഇവര് പുതിയൊരു കുടുംബം തുടങ്ങുമ്പം അവര് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൊടുക്കുന്ന പണമായിരിക്കാം ഒരു പുതിയ ജീവിതം. പണ്ട് ഇങ്ങനെ പുതിയ ജീവിതമല്ല, വീട്ടിൽ തന്നെയാണ് എല്ലാവരും താമസിച്ചോണ്ടിരുന്നത്. കൂട്ടുകുടുംബമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് മാറുമ്പോൾ കൊടുക്കുന്നുണ്ട് അവർ വന്നു. അത് മാറിയിട്ട് ഇന്ന് ഈ സ്ത്രീക്ക്, പല സ്ത്രീകൾക്കും പുരുഷനെ പോലെ വരുമാനമുണ്ട്. അതെ. എന്നിട്ട് എന്തിനു കൊടുക്കുന്നു? 100 പവൻ, 50 ലക്ഷം, 2 കാർ എന്തിനു കൊടുക്കുന്നു? അത് കൊടുക്കുന്നത് ഞാൻ കാണുന്നത് ഡവറി വാങ്ങുന്ന ഓരോ പുരുഷനും ആ സ്ത്രീയുടെ സെക്സ് വർക്കറാണ്. ഒരു സ്ത്രീയെടുത്ത് സെക്സ് വർക്കർ എടുത്ത് പോകുമ്പോൾ അതാത് സമയത്തിനുള്ള റേറ്റ് കൊടുത്തിട്ട് പുരുഷൻ പോകുന്നു. ഇവിടെ ജീവിതകാലം മുഴുവൻ ഈ സ്ത്രീക്ക് സെക്സ് ചെയ്യാൻ വേണ്ടി ഈ സ്ത്രീയുടെ അച്ഛനും അമ്മയും കൂടെ ഈ പുരുഷന്, സെക്സ് വർക്കറായ പുരുഷന് പണം കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്തിനാ കൊടുക്കുന്നത് അവന് മാത്രം? ഇന്നും അത് കൊടുക്കുന്ന എന്തിനാണ്? ഇന്ന് സ്ത്രീക്ക് ജോലി ഉള്ളപ്പോഴും വരുമാനം ഉള്ളപ്പോഴും എന്തിനാ കൊടുക്കുന്ന ആ സിസ്റ്റം? അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഈ പണം ഈ പെൺകുട്ടിയുടെ പേരിൽ അച്ഛനോ അമ്മയോ ബാങ്കിലിട്ട് കൊടുക്കണം. അതിന്റെ പലിശ അവർക്ക് കിട്ടും. ആ പലിശ നോക്കിയിട്ട് ഇവള് ഒരു 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 പെർഫോമൻസ് ചാർട്ട് വെക്കണം. ആഴ്ചയിലോ 14 ദിവസത്തോ 1 മാസത്തോ ചോദിച്ചിട്ട് പെർഫോമൻസ് ചാർട്ട് നോക്കിയിട്ട് ഇവന് പണം കൊടുക്കണം. അപ്പൊ ഇവൻ അടിവയർ നോക്കി ചവിട്ടില്ല. അല്ലെങ്കിലാണ് വിസ്മയമാര് ലോകത്തുണ്ടാകുന്നത്. അത് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് വാസ്തവത്തിൽ ഇമ്മൊറാലിറ്റി. അതാണ് ഇമ്മൊറാലിറ്റി. ഇതല്ല ഇമ്മൊറാലിറ്റി. അതാണ് കൗസർ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന. അതാണ് അത് സമൂഹത്തിൽ നിയമപരമായി തെറ്റല്ല. എന്നാൽ പറയൂ. തെറ്റല്ല എന്ന് പറയുമ്പോഴും ഇപ്പൊ കൗസർ ഭഗത്തിന്റെ ഈ ഒരു വിധി കേട്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഇതിനെ മുന്നേ ചർച്ച ചെയ്തൊരു വിഷയത്തില് BNS 84 പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ നമ്മൾ പറഞ്ഞത് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ഇപ്പൊ എന്റേതായിട്ടുള്ളൊരു പ്രോപ്പർട്ടി, പുരുഷന്റെ പ്രോപ്പർട്ടി ആയ ഭാര്യയെ മറ്റൊരാള് കൊണ്ടുപോകുന്നത് പുരുഷന് പരാതി കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ അതും ഇതും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവുന്നു. അതിനകത്തൊരു സിങ്ക് എന്ന് വെച്ചാല് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരാള് വേറൊരാളായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇവിടുന്ന് രണ്ടാമത്തെ പരാമർശം, അതാണ് പുള്ളിയുടെ രണ്ടാമത്തെ പരാമർശം എന്ന് പറയുന്നത്. അത് പകുതി തെറ്റുമാണ്, പകുതി ശരിയുമാണ്. ഒരർത്ഥത്തിൽ നോക്കുക, ഒരാംഗിളിൽ നോക്കണത് ശരിയാണ്, മറ്റൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ജസ്റ്റിസ് അല്ല, സുപ്രീം കോടതി ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ദൈവം തമ്പുരാനാണെങ്കിലും തെറ്റാണ്. അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള രീതിയിലാണ് ജസ്റ്റിസ് കൗസർ അത് പറഞ്ഞത്. അതെന്താന്ന് ഞാൻ പറയാം. ഇതാണ് ആ പരാമർശം. Even consensual relationship with a married spouse is permitted under law. Then what is wrong in an unmarried man having sexual relationship with so many persons? വിവാഹിതയായ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് പോലും നിയമാനുസൃതമാണ് എന്നിരിക്കെ അവിവാഹിതനായ ഇയാൾ മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി എങ്ങനെ കുറ്റമാകുന്നു? ഇതില് വിവാഹിതയായ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമാനുസൃതം എന്ന് പുള്ളി പറയുമ്പോൾ പുള്ളിയുടെ മനസ്സിലുള്ളത് IPC 497 ആണ്, അഡൾട്ടറി. കാരണം ഒരുപക്ഷെ ഈ കേസ് എടുത്തിരിക്കുന്നത് 1860 IPC അനുസരിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അങ്ങനെയാണല്ലോ 497 ഒക്കെ വരുന്നത്, 560 ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ലീഗൽ ഫ്രെയിംവർക്കിന്റെ ആ സ്ട്രിക്റ്റ് ആ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ പരാമർശം കറക്റ്റ് ആണ്. അത് കേസ് എടുത്തിരിക്കുന്നത് IPC അനുസരിച്ചാണ്. IPC അനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലും തെറ്റല്ല. ഒരു സ്ത്രീയുടെ ഒരു ഭാര്യയുമായി ബന്ധപ്പെടുന്ന പോലെ IPC അനുസരിച്ച് തെറ്റല്ല. കാരണം 497 ഹാസ് ബീൻ വിഡ്രോൺ ഓർ ഡീക്രിമിനലൈസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട്. അതാണ് 2018 സെപ്റ്റംബർ 27 സുപ്രീം കോടതി 5-അംഗ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഡീക്രിമിനലൈസ് ചെയ്യുന്നത്. അപ്പൊ ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് ആ വിധിന്യായം. സുപ്രീം കോടതി IPC 497 എന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 21 എന്നിവയുടെ ലംഘനമാണെന്നാണ് കണ്ടെത്തുന്നത്. ഒരു സ്ത്രീയുമായി ഇപ്പൊ അവൾ വിവാഹിതയാണെന്ന് അറിഞ്ഞ ശേഷം ഒരു പുരുഷൻ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ ആ സ്ത്രീയുടെ ഭർത്താവിന്
അത് ആ ബന്ധം അയാൾക്ക് സമ്മതമല്ലെങ്കിൽ ബന്ധപ്പെട്ട പുരുഷനെതിരെ കേസ് കൊടുക്കാം എന്നതാണ് IPC 497. അതായത് ഇയാൾക്ക് പിമ്പിങ് ചെയ്യാം ഭർത്താവിന്, പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം ഭാര്യയ്ക്ക് പൊക്കൂടാ. കാര്യം വെച്ചാൽ ഭാര്യ ഇങ്ങനത്തെ കേസിൽ ഭാര്യ കുറ്റക്കാരിയല്ല. ഭർത്താവിന്റെ അനുവാദത്തോടെ ആണെങ്കിൽ ബന്ധപ്പെട്ട പുരുഷനും കുറ്റക്കാരനല്ല. സ്ത്രീയെ ഈ ഭർത്താവിന്റെ സ്വകാര്യ വസ്തുവായി മാത്രം കണ്ടാണ് ഈ നിയമം. ആ നിയമത്തെയാണ് സുപ്രീം കോടതി റദ്ദ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ സാധനമുണ്ട്, അത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഗിഫ്റ്റാണ്. അയാൾ എന്നെ അറിയാതെ അത് മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ക്രൈമാണ്, മോഷണമാണ്. അതേ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കുന്നത്. എന്റെ അനുവാദത്തോടുകൂടി എന്റെ ഭാര്യയുമായി വേറൊരാൾ ബന്ധം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് പരാതിയില്ല, കേസുമില്ല. എന്റെ അനുവാദമില്ലെങ്കിൽ ഞാൻ വന്നവനെതിരെ കേസെടുക്കും, എന്റെ ഭാര്യക്കെതിരെ കേസില്ല. 5 കൊല്ലം തടവ് കൊണ്ട് അത് IPCയുടെ കോണ്ടെക്സ്റ്റില്. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ അഡൾട്ടറി ഡീക്രിമിനലൈസ് ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയുമായി പോലും ബന്ധപ്പെടുന്നതിന്റെ തെറ്റല്ല എന്നതാണ് ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ ഇപ്പോൾ പറഞ്ഞിരിക്കേണ്ട അർത്ഥം. എന്നാല് ജൂലൈ 1, 2024 മുതൽ IPC ഇല്ല, BNS ഉണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈസ് നോട്ട് എന്നാ പുള്ളി, ഈസ് ആണ്. ഈവൻ കൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് വിത്ത് എ മാരീഡ് സ്പൗസ് ഈസ് പെർമിറ്റഡ് അണ്ടർ ദ ലോ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ഈവൻ ടുഡേ എന്നല്ലേ അത് മീൻ ചെയ്യുന്നത്? അത് പ്രസന്റ് ടെൻസ് ഇല്ലേ? അതായത് ഇന്നാണെങ്കിലും കുഴപ്പമില്ലാന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ, പുള്ളി അത് ഉദ്ദേശിച്ച് കാണത്തില്ല, തെറ്റിദ്ധരിച്ചാൽ അവർ കുഴപ്പത്തിൽ ചാടും. കാരണം ജൂലൈ 1, 2024 മുതൽ IPC ഇല്ല, BNS ആണ്. BNSന്റെ സെക്ഷൻ 84 അനുസരിച്ച് എൻറ്റീസിങ് ഓർ ടേക്കിംഗ് എവേ or detaining with criminal intent a married woman is punishable. Intent of a married woman is punishable with 2 years or fine or both. വിവാഹത്തിന്റെ പവിത്രത നിലനിർത്താൻ വേണ്ടിയാണത്രേ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. സുപ്രീം ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തിയ IPC 47 വേഷം മാറ്റിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് വിവാഹത്തിന്റെ പവിത്രത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടോ. അതുകൊണ്ട് ഈ IPCയുടെ കോണ്ടെക്സ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ്, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് IPC പ്രകാരമാണ് എടുത്തിട്ടുള്ളത് അല്ലെ? അതുകൊണ്ട് IPCയുടെ സ്ട്രിക്ട് ലീഗൽ കോണ്ടെക്സ്റ്റ് നോക്കി പറയുമ്പോൾ ജസ്റ്റിസ് പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ ഇന്നത്തെ കോണ്ടംപററി കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റിസ് പറഞ്ഞത് തെറ്റാണ്. അതായത് ഇപ്പോഴത്തെ BNS പ്രകാരം ഇങ്ങനെ കൗസറുടെ പറഞ്ഞ ഒരു സാധനം ഇപ്പൊ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോഴും സ്റ്റിൽ BNS 84 is there. BNS 84 ജൂലൈ 1, 2024 BNS ആണ് പ്രാബല്യത്തിൽ. BNS 84 അനുസരിച്ച് അഡൾട്ടറി ഈസ് എ ക്രൈം പണിഷബിൾ ഫോർ 2 years. അപ്പോ കേൾക്കുന്ന ആൾ വിചാരിക്കും ഇങ്ങനെ കുഴപ്പമില്ല എന്ന് തോന്നും, ഇല്ലേ? പക്ഷെ അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വസ്തുത ഇതായിരിക്കെ, ഈ അഡൾട്ടറി ഒരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്ന പുരുഷന്മാർ ഒരു കാര്യം ഓർക്കണം. ഒന്നുകിൽ ഇവർ ആദ്യമേ ആ BNS 84 സുപ്രീം കോടതി ചലഞ്ച് ചെയ്ത് അത് റദ്ദ് ചെയ്യിക്കണം. വളരെ എളുപ്പം 100% റദ്ദ് ചെയ്യപ്പെടും. കാരണം ഇത് 5-അംഗ ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഓൺ 3 grounds, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 21 വയലേഷൻ എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അത് ഇപ്പൊ കൊണ്ടുപോയാലും അത് റദ്ദ് ചെയ്യും. ആരെങ്കിലും അവിടെ കൊണ്ടുപോയാലും സുവോ മോട്ടോ അവർ കേസ് എടുക്കുന്നില്ല, കാരണം പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. കേസ് കൊടുത്താൽ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ട് കേസ് ഒരെണ്ണം കൊടുത്താൽ അത് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ അവര് സൂക്ഷിക്കണം, കാരണം അവർക്കെതിരെ അവർ ബന്ധപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവിന് കേസ് കൊടുക്കാം. പക്ഷെ ഭർത്താവിന്റെ സമ്മതത്തോടു കൂടിയാണ് കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ ഒരാളുടെ പ്രോപ്പർട്ടി ആണോ? മീൻസ് അയാള് പ്രോപ്പർട്ടി അല്ല, പക്ഷെ BNS എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നിരിക്കുന്ന പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഈ പുരുഷന്മാരോ ഇവരുടെ ഈ ഭർത്താവിന്റെ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി, പിന്നെ അവർ ലീഗലി സേഫ് ആണ്. ഇനി ഇതൊക്കെ എന്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ ആർഷഭാരത സംസ്കാരമാണ്, മനസ്സിലായത്? നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എന്താണ് സത്യവതിയുടെ മകൻ ചിത്രാംഗനും വിചിത്രവീരനും. ചിത്രാംഗൻ നേരത്തെ യുദ്ധത്തിൽ മരിച്ചു പോകുന്നു. വിചിത്രവീരൻ ഒരു ഇന്ന് പറയുന്നതനുസരിച്ച് ഒരു ട്യൂബർക്കുലോസിസ് അക്യൂട്ട് പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ അയാൾ ഭയങ്കര കാമാസക്തനായിരുന്നു. അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ കല്യാണം ആലോചിക്കുമ്പോഴത്തേക്കും ഇയാൾ ക്ഷണിക്കുന്നില്ല. അംബാലിയുടെ അച്ഛൻ ക്ഷണിക്കുന്നില്ല, കാരണം ഇയാൾ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് മരിച്ചു പോകുന്ന അറിയാം. അപ്പോഴാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭീഷ്മർ പോയി 3 പേരെയും പിടിച്ചോണ്ട് വരുന്നു. അപ്പൊ അമ്പ പറയുന്നു ഞാൻ സാലനുമായിട്ട് സ്നേഹമാണ്. അപ്പൊ അയാൾ വിടുന്നു. സാലൻ അവിടെ ചെന്ന് പറഞ്ഞു നിന്നെ ഭീഷ്മര് തൊട്ടാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ തൊടൂല. ഇതൊക്കെ നോക്കൂ, പ്രോപ്പർട്ടിയായി മാറുകയാണ്, മനസ്സിലായ? അപ്പൊ അമ്പ ആത്മഹത്യ ചെയ്യുന്നു. അംബാലികയും ഈ വിചിത്രവീരന്റെ ഭാര്യമാരായിരിക്കും. വിചിത്രവീരൻ പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പൊ മക്കളില്ല. തുടർന്ന്
ഉടനെ സത്യവതി ആദ്യ മകനായ വ്യാസനെ വിളിച്ചു വരുത്തുന്നു. നിന്റെ ഹാഫ് ബ്രദറിന്റെ 2 ഭാര്യമാരാണ്, അവർക്ക് സന്താനമില്ല, അപ്പൊ നിനക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ വ്യാസൻ നേരെ വന്നിട്ട് അംബിയായിട്ടും ബന്ധം ഉണ്ടാകുന്നു, അംബാലിയായിട്ടും ബന്ധം ഉണ്ടാകുന്നു. ആദ്യത്തെ ആള് മകൻ ധൃതരാഷ്ട്രൻ, രണ്ടാമത്തെ ആള് പാണ്ഡു. ഇവര് മുറിയൊക്കെ വൃത്തിയാക്കാനും ഒക്കെ വന്ന വേലക്കാരിയുമായിട്ട് ബന്ധം ഉണ്ടാക്കി അവരിൽ വിതുരൽ ഉണ്ടാക്കുന്നു. ഇയാൾ പെട്ടെന്ന് സ്ഥലം വിട്ടു, കാരണം ഇയാൾക്ക് മഹാഭാരതം എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇയാൾക്ക് ഇതിനുള്ള സമയമില്ല, സാഹിത്യകാരനാണ്, സാഹിത്യകാരത്തിൽ അയാൾ ഫോക്കസ് ചെയ്യണം, ആത്മീയ സാഹിത്യകാരനാണ്. അതുകൊണ്ട് വ്യാസം പെട്ടെന്ന് തന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അയാൾ പോയി. അത് കറക്റ്റ്. അതേസമയം ജമദഗ്ന മഹർഷിയുടെ ഭാര്യ പരശുരാമന്റെ അച്ഛൻ, അയാള് ത്രികാലജ്ഞാനിയാണ്. അയാൾക്ക് മനസ്സിലാകുന്നു അയാളുടെ ഭാര്യയ്ക്ക് ആരോടോ സ്നേഹം തോന്നി. സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവ് എന്തോ റിലേഷൻ ഉണ്ടാക്കുന്നതായിട്ട് ഇവർ കണ്ടു എന്നോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ആ രാജാവിനോട് ഇവർക്ക് സ്നേഹം കാമം തോന്നിയെന്ന് ഇയാള് ഗണിച്ച് അറിയുന്നു. എന്നിട്ട് മകനെ വിളിച്ചു പറയുന്നു, നിന്റെ അമ്മ മനസ്സുകൊണ്ട് വ്യഭിചരിച്ചു, അതുകൊണ്ട് അവളുടെ കഴുത്തങ്ങ് മുറിച്ചു കളയാം. ഉടനെ തന്നെ ഈ മകൻ മഴുവെടുത്ത് മുറിച്ചു കളയുന്നു കഴുത്ത്. ഈ 2 കഥയും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ BNS 84 ഉണ്ടാക്കിയവരുടെ ബുദ്ധിക്കകത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പ്രോപ്പർട്ടിയാണ് സ്ത്രീ. ഇതിപ്പോ BNS എന്ന് പറയുമ്പോൾ ഭാരതീയ ന്യായ സംഹിതയാണോ മനുസ്മൃതിയാണോ എന്നുള്ള സംശയം തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, അത് മനുസ്മൃതി കുറച്ച് കഴിയുമ്പോൾ BNS ആദ്യത്തെ അടുത്ത് കഴിയുമ്പോൾ മനുസ്മൃതി മുഴുവൻ നിയമ ആക്കി മാറ്റും. ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതി ആക്കി മാറ്റും. അപ്പൊ അതിനകത്ത് പറഞ്ഞ പോലെ ശൂദ്രന് വിദ്യാഭ്യാസം പാടില്ല, അതെല്ലാം ഇനിയും വരും. അത് അതിന്റെ നമുക്ക് ഒരുപക്ഷെ വേറെ ചെയ്യാവുന്നതാണ്. UGCയുടെ പുതിയ നിയമങ്ങൾ, UGCയുടെ ഇക്വിറ്റി, അതിനെക്കുറിച്ച് ഉണ്ടാകുന്ന സമരങ്ങൾ കൃത്യമായി ഈ സാധനമാണ് വരാൻ പോകുന്നത്. അത് ബ്രാഹ്മണൻ ഉയർത്തെഴുന്നേക്കല്ല, ആൾറെഡി ഉയർത്തെഴുന്നേറ്റാണ് നിൽക്കുന്നത്. എവിടെയോ ഒരു ക്ഷതവ് പറ്റുന്നു വരുമ്പോഴത്തേക്കും സടകുടം ജനിക്കുന്ന ഒരു ചിത്രമാണ് UGCയുടെ സമരം. അപ്പൊ ഇത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ജസ്റ്റിസ് കൗസറിന്റെ ജഡ്ജ്മെന്റ് വളരെ ഗുണകരമാണ്. പക്ഷെ അത് കോഷ്യസ് ആയിട്ട് വേണം അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാൻ. കാരണം BNS ഉണ്ട്. കൗസറുടെ ഭാഗത്ത് പറഞ്ഞത് കേട്ട് ആരും എടുത്തു ചാടേണ്ട കാര്യമില്ല. BNS ഇപ്പോ ഇങ്ങനെ കുരുക്കാൻ ഭാഗത്തിന് കിടക്കുകയാണെന്ന്. ഇനി എടുത്തു ചാടണമെങ്കിലും NOC മേടിക്കണം ഭർത്താവിന്റെ. അപ്പൊ പിന്നെ പ്രശ്നമില്ല, ലീഗലി സേഫ് സോണിലായിരിക്കും. അതെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ.